പാർട്ടിയും LDFും എല്ലാ നിലയിലുമുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 5 വർഷം മുമ്പ് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഒരു തുടർഭരണം ഉണ്ടായി കേരളത്തിൽ. തുടർഭരണത്തിന് ഒരു തുടർഭരണം ഉണ്ടാവും എന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. പക്ഷേ അമിത വിശ്വാസത്തോടുകൂടി പോകരുത്. കാരണം വളരെ കരുതലോടുകൂടി ഓരോ ചുവടുകളിലും വയ്ക്കണം. അങ്ങനെ മുന്നോട്ട് പോയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുതിയൊരു ചരിത്രം കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടത്. ഈ അമിത ആത്മവിശ്വാസം പാടില്ല എന്ന് പറയുന്നത് ഫുട്ബോൾ കളിയിലും ക്രിക്കറ്റ് കളിയിലും എല്ലാം ബാധകമായ കാര്യമാണ്. യു ഷുഡ് നോട്ട് ഹാവ് ഓവർ കോൺഫിഡൻസ് whether it is a sports event or a political fight. That's a caution. അത് കരുത്താണ്. I think thank you very much. Last question. നേരത്തെ ഈ പോലീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശദീകരണം പറഞ്ഞല്ലോ. അതായത് സർക്കാരിന്റെ നയവ്യതിയാനത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്, അത്തരം സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരം വിഷയങ്ങളിൽ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഇല്ല, കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ട യാതൊരു പ്രശ്നവും കേരളത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ടില്ല, പോലീസ് ഭരണവുമായി ബന്ധപ്പെട്ടില്ല. ഒരു ചർച്ചയും അവിടെ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ CPMന്റെയും LDFന്റെയും കാഴ്ചപ്പാട് അനുസരിച്ചിട്ടാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട ചില വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാവാം. അതിനെ പർവ്വതീകരിക്കുകയും ഊതിവീർപ്പിക്കുകയും ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. അവിടെ എല്ലാം കൈക്കൊള്ളേണ്ട സൂക്ഷ്മമായ നടപടികൾ കൈക്കൊള്ളും LDF ഗവൺമെന്റ്. അതാണ്. അവര് സ്ഥലം കുറവായത് കൊണ്ട് അവര് ഇടയ്ക്ക് മാർക്സിന്റെ കൊട്ടേഷൻ ഞാൻ കൊടുത്തതിനകത്ത് ഒരു ഭാഗം കൊടുത്തിട്ടില്ല. ഇത് ശരിയാണ്. റിലിജിയൻ ഈസ് ദി ഹാർട്ട് ഓഫ് ദ ഹാർട്ട്ലെസ് സൊസൈറ്റി എന്ന് പറയുന്നുണ്ട് മാർക്സ്. വളരെ പൊയറ്റിക് ആയിട്ടൊരു ഭാഗമാണ്. ഹൃദയശൂന്യമായ സമൂഹത്തിന്റെ ഹൃദയമാണ് മതം. മതം ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസം നൽകുന്നു. ഇറ്റ്സ് അബൌട്ട് റിലിജിയൻ. ക്വസ്റ്റ്യൻ അബൌട്ട് ദാറ്റ് സ്മോൾ പീസ് ഇൻ ഹിന്ദു. സോ മാർക്സ് വാസ് വെരി വി ഹാവ് ഇടതുപക്ഷത്തിന് മതത്തെക്കുറിച്ച് വിമർശനമുണ്ട്. അതിനകത്തൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാത്തിനെയും വിമർശനപരമായിട്ട് നോക്കുന്നവരാണ്. പക്ഷെ ഞങ്ങൾ ഡയലക്റ്റിക്കലായിട്ടാണ്, വൈരുദ്ധ്യാത്മകമായിട്ടാണ്. ഒരാളിൻ്റെയും മതവിശ്വാസത്തിന്മേൽ ഞങ്ങൾ കൈകടത്തില്ല. മതവിശ്വാസത്തെ ചർച്ച ചെയ്ത് പിന്നെ എല്ലാ മതത്തെയും ഇപ്പോൾ ശ്രീനാരായണ ഗുരു എനിക്ക് ഒരു ജാതി മതമില്ല എന്ന് പറഞ്ഞാലാണ് ഒരർത്ഥത്തിൽ യുക്തിവാദിയാണ് ശ്രീനാരായണ ഗുരു. വിളംബരം ശ്രീനാരായണ ഗുരു സ്റ്റേറ്റഡ് that he doesn't belong to any religion or any caste. He is the biggest Renaissance leader. അത് മാർക്സിന്റെ വാദം ശരിയാണെന്നാണ് ശ്രീനാരായണ ഗുരു തെളിയിക്കുന്നത്. മാർക്സിനെ ഒന്നും വായിച്ചിട്ടല്ല ശ്രീനാരായണ ഗുരു. അപ്പം മതത്തെ ബന്ധപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കാൻ ഒരു പദ്ധതി നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ മതത്തിനെതിരാണ്, ദൈവത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട്. മതവിശ്വാസവും ദൈവവിശ്വാസവും ഉള്ളവർക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. ഇത് പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇത് മാർക്സ് മുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 24-ാം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചൊരു കാര്യം, ഇന്ത്യയിൽ പടരുന്ന വർഗീയതയെ നേരിടാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മതവിശ്വാസികളെ കൂടി ചേർത്ത് പിടിക്കണം എന്ന് പ്രത്യേകിച്ച് 24-ാം പാർട്ടി കോൺഗ്രസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 24th പാർട്ടി കോൺഗ്രസ് സ്റ്റേറ്റഡ് not to fight communal forces you have to take believers along with you, because all believers are not communalists. Real believers can never be communalists, because those who believe in the essence of any religion, they cannot develop any hatred against any other religion. This is very simple. It's a human approach. This is the Marxist approach. So party has understood that religion is used for poisoning the mind of people and society. So in order to fight communalism, communal poison, you have to win over the religious minded innocent people along with you. So ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നതും ആ കാഴ്ചപ്പാടും അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ. ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.
Our joint process, our joint